കല്യാണം കഴിക്കാൻ കഴിപ്പിക്കാൻ പോകുന്നതിന് മുമ്പേ പൊതുവെ എല്ലാവരും ഉറപ്പുവരുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. എഡ്യൂക്കേറ്റഡ് ആണോ, ജോലിയുണ്ടോ, കാണാൻ കൊള്ളാവോ, നാട്ടുകാർക്ക് നല്ല അഭിപ്രായമുണ്ടോ, അങ്ങനെ പലതും. ഇനി ഇതൊക്കെ സെറ്റാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിക്കാഹ്, എൻഗേജ്മെന്റ് പോലെയുള്ള കുറച്ച് പേരെ അറിയിച്ചുകൊണ്ടുള്ള ചടങ്ങുകളിലേക്ക് മൂവ് ചെയ്യും. പലപ്പോഴും ഇങ്ങനെ ധൃതിപ്പെടുന്നത് നല്ല അലയൻസ് ആണ്, ഇനി ഇതിലും നല്ലത് കിട്ടിയില്ലെങ്കിലും എന്നുള്ള പേടി കൊണ്ടാവാം, അല്ലെങ്കിൽ മാരേജിന് മുന്നേ ആണും പെണ്ണും സംസാരിക്കുന്നത് ദഹിക്കാത്ത സദാചാര ബോധം കൊണ്ടും ആവാം. പക്ഷേ ഇതൊക്കെ സെറ്റാണോ എന്നുള്ളതിനൊപ്പം, അല്ലെങ്കിൽ അതിനേക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ രണ്ടുപേർ തമ്മിൽ മെന്റലി കോമ്പാറ്റബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിരിക്കണ്ടേ. ഈ മെന്റൽ കോമ്പാറ്റബിലിറ്റി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പേഴ്സ്പെക്റ്റീവ്സ് മാച്ച് ആവുക എന്നുള്ളതല്ല, പേഴ്സ്പെക്റ്റീവ്സ് പരസ്പരം അക്സെപ്റ്റബിൾ ആണോ എന്നുള്ളതാണ്. മെന്റൽ കോമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യാൻ വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പൊ മിക്കവാറും കേസുകളിലും എൻഗേജ്മെന്റിനൊക്കെ മുന്നേ ഈ രണ്ടുപേരും കുറച്ചൊക്കെ പരസ്പരം സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ കുഴപ്പം എന്താന്ന് വെച്ചാൽ നമ്മളിൽ പലരും മറ്റൊരാളോട് മെന്റലി കണക്ട് ആവാൻ കുറച്ചധികം സമയം എടുക്കും. അപ്പൊ ഈ കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഈ പറയുന്ന യെസ് ഓർ നോ എത്രത്തോളം കറക്റ്റ് ആവണം എന്നുള്ളത് ഭാഗ്യം പോലെ ഇരിക്കും. ഇനി മറ്റു പലർക്കും ആ ഒരു തുടക്കത്തിൽ ഓപ്പോസിറ്റുള്ള ആളുടെ പല കാര്യങ്ങളും ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നും. അപ്പൊ ആ ഒരു ഇൻഫാച്വേഷൻ സ്റ്റേജിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ അത്ര മെച്ചുവേർഡ് ആയിക്കൊള്ളണം എന്നില്ല. ചുരുക്കി പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ മീനിങ് ഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ നടന്നിരിക്കണം. പ്രൊസീഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻ ലോജിക്കലും ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ചോദിച്ചറിയാനുള്ള സമയവും സ്വാതന്ത്ര്യവും ഉണ്ടാവുക എന്നുള്ളത് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. അല്ലാത്ത പക്ഷം പിന്നീട് നമുക്കിത് ശരിയായില്ല എന്ന് തോന്നിയാൽ വേണ്ടാന്ന് വെക്കാൻ ബുദ്ധിമുട്ടാവും. അനാവശ്യമായിട്ട് നമ്മൾ പലരുടെ അടുത്തും ആൻസറബിൾ ആവേണ്ടിയും വരും.